ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന സമ്പത്ത്, ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന വരുമാനം എങ്ങനെയാണ് കൈമറിഞ്ഞു പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണിത്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പണം രാഷ്ട്രീയമായ കാരണങ്ങൾ ഉപയോഗിച്ചൊരു ക്ഷേത്രമുണ്ടാക്കി, ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ടാക്കി, ഇപ്പോൾ അവസാനം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ശ്രീരാമൻ്റെ പിതാവായ ജനകൻ്റെ കൊട്ടാരത്തിൽ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 5000 കോടി രൂപയിലേറെ വരുന്ന ഒരു കൊള്ളയാണ് അയോധ്യ ക്ഷേത്രത്തിൽ കുറഞ്ഞ സമയത്തിനകം നടന്നത് എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന പകൽക്കൊള്ള യഥാർത്ഥത്തിൽ രാജ്യത്തെ ഹിന്ദു വിശ്വാസികളായ മുഴുവൻ പേരെയും ഞെട്ടിച്ചൊരു സംഭവമാണ്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അവിടെ വന്ന പൂജാദ്രവ്യങ്ങളുടെ പേരിലും അവിടെ കൊടുത്ത കാണിക്കയുടെ പേരിലും കിട്ടിയ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വളരെ വിപുലമായിരുന്നു. കാരണം 1988 മുതൽ ലാൽകൃഷ്ണ അഡ്വാനി അയോധ്യ രഥയാത്ര ആരംഭിച്ച കാലം മുതൽ കഴിഞ്ഞ 10-40 വർഷങ്ങളായി 35 വർഷങ്ങളായിട്ട് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പേരിൽ കണക്കറ്റ പണമാണ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വ ഹിന്ദു പരിഷത്തും അയോധ്യ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ട്രസ്റ്റുകളും സംഭരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും കണക്കിനെ സംബന്ധിച്ച് ആരും ഒരു ചോദ്യവും ഉന്നയിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകൾ എത്രമാത്രം പണം എങ്ങനെ സംഭരിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരവും പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടില്ല. അത്തരം ചോദ്യങ്ങൾ ആരും ഉന്നയിക്കാൻ ധൈര്യപ്പെട്ടതുമില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവിടേക്കൊരു വമ്പിച്ച ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തെ ഉദ്ഘാടനം നടത്തിയത്, അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തേണ്ടത് അത് പാരമ്പര്യ വിധിപ്രകാരം ചെയ്യേണ്ട ആളുകൾക്ക് പകരം പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പൂജാവിധികൾ നിർവഹിക്കേണ്ടതായിട്ടുള്ളത്. അതിനെ തുടർന്ന് സർക്കാരിൻ്റെയും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ വാണിജ്യ രംഗത്തെ പ്രമാണിമാരുടെയും ആഗോള രംഗത്തെ പ്രമാണിമാരുടെയും ഒഴുക്ക് അങ്ങോട്ടുണ്ടായിരുന്നു. വൻതോതിലുള്ള പണം അങ്ങോട്ടെത്തി. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തങ്ങൾ നൽകിയ പല സംഭാവനകളും കണക്കിൽ കാണുന്നില്ല, പിന്നീട് അപ്രത്യക്ഷമായി എന്ന് പല ആളുകളും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സിൽവർ വ്യാപാരികളുടെ ഒരു സംഘടന, അഖിലേന്ത്യാ സംഘടന പറഞ്ഞത് തങ്ങളുടെ മെമ്പർമാരിൽ നിന്ന് 200 കിലോയിലകം അധികം സ്വർണം സിൽവർ പിടിച്ച് അവിടെ കൊടുത്തിരുന്നു. പിന്നീട് അത് അപ്രത്യക്ഷമായി. അതേപോലെ തന്നെ വളരെ വലിയ വിപുലമായിട്ടുള്ള സംഭാവനകൾ വന്നു. അതിൽ ഒരു വലിയ പങ്ക് അപ്രത്യക്ഷമായി. ഏതാണ്ട് 5000 കോടി രൂപയിലേറെ വരുന്ന ഒരു കൊള്ളയാണ് അയോധ്യ ക്ഷേത്രത്തിൽ കുറഞ്ഞ സമയത്തിനകം നടന്നത് എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അതേ സംബന്ധിച്ച് UP സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം ഏറ്റവും അവസാനമായിട്ട് അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിലെ അംഗങ്ങളോട് ഒരു കാരണവശാലും അയോധ്യ വിട്ടുപോകരുത്, തങ്ങൾ വിളിക്കുന്ന സമയത്ത് വരണം, ചോദ്യം ചെയ്തതിൽ ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വളരെ ഗുരുതരമായിട്ടുള്ള ഈ അഴിമതി മറച്ചു വയ്ക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. അത് സംഘപരിവാരത്തെ മാത്രമല്ല, RSSനെ മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്തിനെ മാത്രമല്ല, ഇന്ത്യയിലെ പൊതുവിൽ ഹിന്ദു സംഘടനകളെ തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലെത്തിച്ചിട്ടുണ്ട്. കാരണം ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന സമ്പത്ത്, ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന വരുമാനം എങ്ങനെയാണ് കൈമറിഞ്ഞു പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണിത്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും പുറത്തുനിന്ന് ആളുകൾ വന്ന് കൊള്ള ചെയ്തു. സോമനാഥ ക്ഷേത്രം കൊള്ള ചെയ്തു, മുഹമ്മദ് ഗസ്നി വന്ന് കൊള്ള ചെയ്തു എന്നുള്ളത് 100-300 കൊല്ലക്കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നതാണ്. സത്യത്തിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾ വരേണ്ടതില്ല. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ തങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ സംഘപരിവാരം തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കൊള്ളയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അയോധ്യയിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്ന്, ഈ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ നിയോഗിച്ചത് നൃപേന്ദ്ര മിശ്ര എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ
പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം ഗുജറാത്ത് കേഡറിലെ ഉയർന്ന IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അദ്ദേഹം തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനം യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഉടച്ചു വാർക്കണം. ആന്ധ്രയിലെ TTD മാതൃകയിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ TTDയുടെ മാതൃകയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഭരണ സംവിധാനം ഉടച്ചു വാർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉടച്ചു വാർക്കുക വരുമ്പോഴേക്കും ഇവിടെ വന്നിരിക്കുന്ന പണം ഏത് വഴിക്ക് പോയി എന്ന് ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്രയേറെ പണം ഒഴുകിപ്പോയി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പണം രാഷ്ട്രീയമായ കാരണങ്ങൾ ഉപയോഗിച്ചൊരു ക്ഷേത്രമുണ്ടാക്കി, ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ടാക്കി, ഇപ്പോൾ അവസാനം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ധാർമ്മികമായി അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു ചോദ്യം വേറെ അധികകാലമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൊള്ള ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കൊള്ള എന്ന് പറയേണ്ടി വരും. അതിൽ തീർച്ചയായും സംഘപരിവാരം മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെ തലപ്പത്തിരിക്കുന്ന നരേന്ദ്രമോദിയും അതിന് ഉത്തരവാദിയായിരിക്കും. കാരണം നരേന്ദ്രമോദി നേരിട്ടാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നടത്തിയത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് അതിൻ്റെ ക്ഷേത്രയുടെ പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്തത്. അദ്ദേഹം തന്നെയാണ് ക്ഷേത്രത്തിൽ ഉദ്ഘാടനം നടത്തിയത്. അതിൻ്റെ പൂജകളിൽ അദ്ദേഹം നേരിട്ടാണ് ആ പൂജകൾ നടത്തിയത്. സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ശ്രീരാമൻ്റെ പിതാവായ ജനകൻ്റെ കൊട്ടാരത്തിൽ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ജനകൻ്റെ കൊട്ടാരത്തിൽ ധാരാളം യാഗങ്ങൾ നടന്നിട്ടുണ്ട്, യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകൾ നടന്നിട്ടുണ്ട്, വലിയ തോതിൽ ധനം അതിൻ്റെ പേരിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ വിശ്വാമിത്രൻ, വസിഷ്ഠൻ തുടങ്ങിയ രാജഗുരുക്കന്മാരാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത്. അല്ലാണ്ട് വിശ്വാമിത്രനും വസിഷ്ഠനെയും മാറ്റി നിർത്തിയിട്ട് ജനകൻ നേരിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ആ പൂജകൾ നടത്താൻ, ആ കർമ്മങ്ങൾ നടത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ചെങ്കോലും എടുത്ത് പോയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഗുരുതരമായ വീഴ്ചകൾക്ക്, അവിടെ സംഭവിച്ചിരുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പ്രധാനമന്ത്രി ധാർമ്മികമായ ഉത്തരവാദിയാണ്. കാരണം അവിടെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടത്തുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി എന്തുകൊണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കിയില്ല? അത് അക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് അവഗണന കാണിച്ചു എന്ന ചോദ്യം ഗൗരവമുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരം വളരെ കൃത്യമാണ്. ഈ വമ്പിച്ച പണത്തിൻ്റെ ഒരു വലിയ പങ്ക് കരുത്തന്മാരായിട്ടുള്ള ആളുകൾ ചോർത്തിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പോലും ഇത് വലിയൊരു വാർത്തയാവാത്തത്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നടക്കുന്ന അത്യന്തം ഗുരുതരമായ വിഷയത്തിൽ പല ദേശീയ മാധ്യമങ്ങളും പൂർണ്ണമായ മൗനം പാലിക്കുകയാണ്. കാരണം അധികം അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം അത്രയും കരുത്തരായിട്ടുള്ള ആളുകളാണ് അത് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അവിടെയുള്ള കുറേ പൂജാരിമാരെയും അവിടെയുള്ള കുറേ ഉദ്യോഗസ്ഥരെയും ബലിയാടാക്കി ഈ പ്രശ്നത്തിന് മൂടുപടമിടാൻ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ UP സർക്കാർ ശ്രമിച്ചേക്കാം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഗുരുതരമായ ചോദ്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ദീർഘകാലം നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.